ഹലോ നമസ്കാരം, വെൽക്കം ടു സിനിമ മലയാളി. ക്രിസ്റ്റഫർ ആൻഡ്രൂസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡെബ്യൂ ഫീച്ചർ ഡയറക്ഷനാണ് ബ്രിങ് ദം ഡൗൺ. അവരെ താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് ഒരു റൂറൽ അയർലൻഡ് പാർട്ടിലുള്ള ഒരു ആട്ടിട കമ്മ്യൂണിറ്റീനെ കുറിച്ചാണ് സിനിമ. അതായത് അവർ ഈ ഷീപ്പുണ്ട്, അപ്പോൾ അതിനെ രണ്ട് ഫാമിലീസ് ഉണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു പാസ്റ്റിലുള്ള ഒരു പ്രശ്നമുണ്ട്. അവർ തമ്മിൽ ദർ ഇസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദം ദാറ്റ് ഇറ്റ് ഗോസ് ഇൻ ദ പാസ്റ്റ്. എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുണ്ടാവുന്ന ഒരു ടെൻഷൻ, ബ്രിങ് ദം ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാവുമ്പം ഇവർ ഈ ഷീപ്പിനെയൊക്കെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ വിടുകയാണ് ചെയ്യുക, ഗ്രേസിങ്ങിന്. അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കുറവായിരിക്കും. അപ്പോൾ ഇവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരണം. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഷീപ്പിൻ്റെ മുകളിലൊക്കെ ഇവരൊരു പെയിൻ്റ് അടിക്കും. അതായത് ഇപ്പം ഞാൻ ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് യെല്ലോ പെയിൻ്റ് അടിക്കും എൻ്റെ ഷീപ്പിനൊക്കെ. അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് ബ്ലൂ പെയിൻ്റ് അടിക്കും. അങ്ങനെ ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഒരേ സ്ഥലത്ത് ഗ്രേസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷീപ്പിൻ്റെ മുകളിൽ ഒരു പ്രത്യേക പെയിൻ്റ് അടിക്കും. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിനൊന്നും മൊത്തം നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളതിനെ എടുത്തിട്ട് ഗ്രീനാണേ അപ്പുറത്തുള്ളവനാണെന്നല്ല, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ സിനിമയിൽ ഒരു ഫാമിലീൻ്റെ ഒരു ഷീപ്പ് നഷ്ടപ്പെടുന്നതും അതിനെ തിരഞ്ഞ് പോയി അവർ പിറ്റത്തെ ആഴ്ചയിലുള്ള ചന്തയിൽ വെച്ചിട്ട് അപ്പുറത്തുള്ളൊരു വീട്ടുകാർ ആ ഷീപ്പിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ അതിലുള്ള കളറ് മാറ്റിയിട്ട് പല കളറ് അതിൻ്റെ മുകളിൽ അടിച്ചിട്ട് അതിനെ വിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അത് വീണ്ടും ടെൻഷൻ ഭയങ്കര ഇതാവും. അവിടെ നിന്ന് ആ സിനിമ ഇറ്റ് ഗോസ്, ആ ടെൻഷൻ അഗ്രവേറ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള അതിൽ ആൾക്കാർ കൊല്ലപ്പെടുകയും പിന്നെ ഷീപ്പിനെയൊക്കെ ഒരു ഭയങ്കര ബ്രൂട്ടലാണ് ചില സീനുകൾ. എനിക്കത് കണ്ടപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ടു സ്റ്റൊമക്ക് ദാറ്റ്. വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ദ ക്രുവാലിറ്റി, ഈ രണ്ട് ആൾക്കാരുടെ രണ്ട് ഫാമിലീസ് തമ്മിലുള്ളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു വിദ്വേഷത്തിൻ്റെ മുകളിൽ അവർ മിണ്ടാപ്രാണികളോട് ചെയ്യുന്നൊരു ക്രൂരത എന്നുള്ള സാധനം, ആ ഒരു ആസ്പെക്റ്റ് അതിനുണ്ട്. അത് ജനറലി നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നൊരു ക്രൂരതയെക്കുറിച്ചും ഒക്കെ അതിൻ്റെ ഒരു ചെറിയൊരു വിച്ച് മെയ്ഡ് മീ വെരി അൺകംഫർട്ടബിൾ വിത്ത് ദാറ്റ് മൂവി. ബട്ട് അതർവൈസ് ഐ തിങ്ക് ദാറ്റ് മൂവി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. പക്ഷേ മൂവി എന്നുള്ള OTT പ്ലാറ്റ്ഫോമിലും തിയേറ്ററിലും കൂടി റിലീസ് ചെയ്തത് 2024 റിലീസ് ചെയ്ത സിനിമയാണ്. ഐ സോ ഇറ്റ് ഇൻ February 2025. But it's an interesting movie and I think you should try to at least ഇപ്പം എനിക്കറിഞ്ഞോളൂ, ഞാനൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമേനെ പറ്റി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എഴുതി വയ്ക്കും, അതെപ്പോഴെങ്കിലും കാണേണ്ട സിനിമ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ ഒരു ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രിങ് ദം ഡൗൺ ഇസ് എ മൂവി ദാറ്റ് യു ഷുഡ് പുട്ട് ഇൻ യുവർ ലിസ്റ്റ്. വാച്ച് ഇറ്റ് വെൻ യു ഹാവ് ടൈം ബിക്കോസ് യു നീഡ് മച്ച് കോൺസെൻട്രേഷൻ. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ കിട്ടി. OTTയിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ഹാവ് ദ സെയിം കൈൻഡ് ഓഫ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കാണാൻ നേരത്ത്. ബട്ട് ബ്രിങ് ദം ഡൗൺ ഇസ് എ മൂവി ഇഫ് യു റിയലി വാണ്ട് ടു വാച്ച് സംതിങ്, എ ഗുഡ് ത്രില്ലർ, kind of a raw rustic thriller എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഐ വിൽ കം ടു യു വിത്ത് അനദർ മൂവി ദാറ്റ് ഐ വാച്ച്ഡ് when I watch it.